أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبع رشده. أما بعد، أعوذ بالله من الشيطان الرجيم. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون. അന്ന സഹോദരന്മാരെ, സഹോദരികളെ, ശ്രോതാക്കളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ യാസിർ ദൗസരിയാണ് ഖുതുബ ഓതിയത്. അദ്ദേഹം മസ്ജിദുൽ ഹറാമിൽ ഇമാമായി നിർണയിച്ച ശേഷം ആദ്യത്തെ ഖുതുബയാണ് അദ്ദേഹം ഓതുന്നത്. ഇന്ന് അദ്ദേഹം ചർച്ച ചെയ്തതായ വിഷയം സൃഷ്ടികളെ സൃഷ്ടിക്കാനുള്ള കാരണമായിട്ട് റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതായ അള്ളാഹുവിനുള്ള ആരാധനയുടെ പ്രധാനപ്പെട്ട ഭാഗത്തെക്കുറിച്ച് അള്ളാഹു ഖുർആനിലൂടെ ആദ്യമായി വിളിച്ച സന്ദർഭത്തിൽ മനുഷ്യ സമൂഹത്തെ, മനുഷ്യരാശിയെ വിളിച്ച സന്ദർഭത്തിൽ പറഞ്ഞതായ ആ ബാധ്യതയാണ്. അള്ളാഹുവിൻ്റെ കലാമ് ഞാൻ നിങ്ങളെ ഓതിക്കേൾപ്പിച്ചതായ യാ അയ്യുഹന്നാസ് ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, മനുഷ്യന്മാരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല അടിമകളോട് അഭിസംബോധന ചെയ്തതായ ആദ്യത്തെ വാക്ക് വിശുദ്ധ ഫുർഖാനുൽ അദീമിൽ സൂറത്തുൽ ബഖറയിൽ സൃഷ്ടികളോട് നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ട പ്രധാന ലക്ഷ്യമാണെന്ന് ഖുർആനിൽ മറ്റൊരിടത്ത് പറഞ്ഞതായ വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും ആരാധിക്കാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പറഞ്ഞതായ ആ ആരാധനയിലേക്കാണ് മനുഷ്യന്മാരെ അല്ലാഹു സുബ്ഹാനഹു വതആല ആദ്യമായി ക്ഷണിച്ചത്. യാ അയ്യുഹന്നാസ്, മനുഷ്യന്മാരെ, ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിനെ നിങ്ങൾ ആരാധിക്കുക, വിളിച്ച് പ്രാർത്ഥിക്കുക, അവന് നൽകേണ്ടതായ അവകാശം നിങ്ങൾ നൽകുക, അവൻ നിങ്ങളെ സൃഷ്ടിച്ചതായ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എത്തുക, അതിനുവേണ്ടി നിങ്ങൾ ജീവിക്കുക, അതിനുവേണ്ടി നിങ്ങൾ മരിക്കുക, അതിനുവേണ്ടി നിങ്ങൾ ഒരുങ്ങുക, അത് നിങ്ങളുടെ ഇവിടെ ഭൂമിയിലുള്ളതായ ലക്ഷ്യമായി മാറുക എന്ന ആ തത്വമാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ആദ്യമായിട്ട് സംസാരിച്ചത്. അതിന് കാരണം പറഞ്ഞത് ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന മുത്തഖീങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെട്ട മുത്തഖീങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെട്ട മുഖ്ബിതീങ്ങൾ, അള്ളാഹു ഇഷ്ടപ്പെട്ട സാലിഹീങ്ങൾ, അള്ളാഹു സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതായ അവന്റെ സജ്ജനങ്ങൾ, അങ്ങനെയുള്ളവരിൽ നിങ്ങൾ പെടണമെങ്കിൽ ഈ ബാധ്യത നിങ്ങൾ നിർവഹിച്ചാലേ തീരൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഫുർഖാനുൽ അദീമിൽ ആദ്യമായിട്ട് മനുഷ്യരാശിയെ വിളിച്ചുകൊണ്ട് സംസാരിച്ചത്. അള്ളാഹുവിന്റെ കിതാബിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നാം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായ ആ പ്രധാന ഘടകം അല്ലെങ്കിൽ പ്രധാന ഭാഗം അള്ളാഹു എത്രമാത്രം പ്രധാനം നൽകിയിട്ടുണ്ട് ഈ വിഷയത്തിന് എന്നത് നമുക്ക് ഖുർആനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരന്നു കിടക്കുന്നതായ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന, പരാമർശിക്കുന്ന ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഷെട്ടികളെ സൃഷ്ടിച്ചത് തന്നെ ഫിത്രത്തു സവിയ്യ, അഥവാ അള്ളാഹുവിന്റെ ഷെട്ടികൾ ഫിത്രത്ത് അന്നാസില്ലത്തി ഫത്രന്നാസ അലൈഹ, ആ നിഷ്കളങ്കതയോടുകൂടി സത്യത്തെ അംഗീകരിക്കാനുള്ള പക്വതയും പാകതയും നൽകിയിട്ടാണ് ഷിട്ടികളെ ഇവിടെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഷിട്ടികളോട് ആ പക്വതയും പാകതയും ഉള്ളവരായ ആ വിഭാഗം ഇവിടെ ജീവിക്കുന്ന സന്ദർഭത്തിൽ അവരെ സൃഷ്ടിച്ച ലക്ഷ്യത്തിന് വേണ്ടി തന്നെയായിരിക്കണം ജീവിക്കേണ്ടത് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു കൽപ്പിക്കുകയും അത് കൽപ്പിക്കാൻ വേണ്ടി നബിമാരെ നിയോഗിക്കുകയും നബിമാർ അവരുടെ ഉമ്മത്തുകളോട് അത് വസിയത്ത് ചെയ്യുകയും ആദ്യമായിട്ട് നബിമാരോട് അല്ലാഹു സുബ്ഹാനഹു വതആല അത് വസിയത്ത് ചെയ്യുകയും എന്നിട്ട് നബിമാർ അവരുടെ ഉമ്മത്തുകളോട്, അവരുടെ സമൂഹങ്ങളോട് വസിയത്ത് ചെയ്യുകയും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പറഞ്ഞതായ മെയിൻ ഖാഇദകൾ, മെയിൻ തത്വങ്ങൾ ഖുർആനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരന്നു കിടക്കുന്നതായ യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്ക ഇമാമ് ഇന്ന് അദ്ദേഹത്തിന്റെ ഖുതുബയെ ആരംഭിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആൻ പറയുന്ന ശൈലി കേൾക്കുക. ലഖദ് ബഅത്നാ ഫീ കുല്ലി ഉമ്മത്തിൻ റസൂല, എല്ലാ സമൂഹങ്ങളിലും, എല്ലാ സമുദായത്തിലും, എല്ലാ ഉമ്മത്തുകളിലും നാം ദൂതന്മാരെ നിയോഗിച്ചിട്ടുണ്ട്, റസൂലുകളെ നിയോഗിച്ചിട്ടുണ്ട്. എന്ത് പറയാൻ വേണ്ടിയാണ്? എന്ത് കൽപ്പിക്കാൻ വേണ്ടിയാണ്? അനിഅ്ബുദുല്ലാഹ വജ്തനിബുത് താഗൂത്ത്, നിങ്ങൾ അള്ളാഹുവിനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത്, അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുന്നതായ വിഭാഗമാകുന്ന തവാഗീത്തുകളെ നിങ്ങൾ ഉപേക്ഷിക്കുക.
അള്ളാഹു അല്ലാത്തവരെ അല്ലാത്ത ആരാധിക്കപ്പെടുന്ന എന്ന് പറയുമ്പോൾ അതിൽ ഈസ നബി അലൈഹി ഇസ്ലാം ഉണ്ട്, അതിൽ മഹാത്മാക്കളുണ്ട്, സാലിഹ്യങ്ങളുണ്ട്. അവരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ താഗൂത്തി എന്ന പദം കൊണ്ട് വിവക്ഷ, അതിന്റെ താരീഫ് പരിശോധിച്ചാൽ, അതിന്റെ നിർവചനം പരിശോധിച്ചാൽ കാണാവുന്നതാണ്. മാ ഉബിദ മിൻ ദൂനില്ലാഹി വറദിയ ബിൽ ഇബാദ എന്ന്. അള്ളാഹു അല്ലാത്ത ആരാധിക്കപ്പെടുകയും അതേ സമയത്ത് ആ ആരാധിക്കപ്പെടുന്നതായ ആ വിഭാഗങ്ങൾ പ്രീതിപ്പെടുകയും ചെയ്യുകയാണെങ്കിൽ എന്ന അർത്ഥത്തിലേക്കാണ് താഗൂത്തി എന്ന വാക്കിന്റെ മാന എന്ന് വിശദീകരിക്കുന്നുണ്ട്. നമ്മുടെ ലുഗത്തൻ സംസാരിച്ച, ഇസ്ലാഹം സംസാരിച്ച, സാങ്കേതിക അർത്ഥത്തിലൂടെ അർത്ഥം വെച്ച എല്ലാവരും വിശദീകരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ ഈ ഇനത്തിൽ താഗൂത്തി എന്ന ഇനത്തിൽ ആര് പെടുന്നതല്ല, ഈസ നബി അലൈഹി ഇസ്ലാമിനെ പോലോത്ത അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടുന്ന ആ ശിർക്ക് ചെയ്യാൻ വേണ്ടി ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉപയോഗിച്ചതായ ഉസൈർ അലി ഇസ്ലാം ജൂതന്മാരുടെ അടുക്കൽ, ഈസ നബി അലി ഇസ്ലാം ക്രിസ്ത്യാനികളുടെ അടുക്കൽ അങ്ങനെയുള്ളതായ വിഭാഗം പെടുന്നതല്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുസ്ന എഴുതപ്പെട്ടവരാണ് എന്ന് ഖുർആനിൽ മറ്റായത്തുകളിലൂടെ വിശദീകരിച്ചിട്ടുണ്ട്. അവര് അള്ളാഹു ശിക്ഷിക്കുന്ന, അള്ളാഹു കോപ്പിക്കുന്ന വിഭാഗത്തിൽ നിന്നിട്ട് രക്ഷപ്പെട്ടവരാണ്. അള്ളാഹു കോപ്പിക്കുന്ന, ശിക്ഷിക്കുന്ന വിഭാഗം അവരെ ആരാധിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുള്ള, ഇഷ്ടമുള്ള, പ്രീതിയുള്ള വിഭാഗമാണെങ്കിൽ മാത്രമാണ്. അതെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുകയാണ്, ഈ ആയാത്തുകളെ, ദൃഷ്ടാന്തങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി വന്നപ്പോൾ, നബിമാര് വന്നപ്പോൾ അവരോട് കൂടി തന്നെ പിശാചിനെയും ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കുകയുണ്ടായി. ആ പിശാചിന്റെ ഡ്യൂട്ടി തന്നെ എന്തായിരുന്നു? നമുക്ക് നമ്മുടെ പരീക്ഷണത്തിൽ വിജയം ലഭിക്കാൻ വേണ്ടി, നമുക്ക് ഹവാഫിദ് നൽകാൻ വേണ്ടി, പ്രേരണകൾ നൽകാൻ വേണ്ടി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരയച്ചു. നബിമാരോട് കൂടി ഗ്രന്ഥങ്ങൾ ഇറക്കി. ഇതെല്ലാം ഉള്ളതോടുകൂടി നാം അത് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് പട്ടി വിരിച്ച് കിട്ടാതിരിക്കാൻ വേണ്ടി തന്നെ അള്ളാഹുവിന്റെ ഹിക്മത്തിൽപ്പെട്ടതാണ്. അതിന് വിപരീതം നിൽക്കുന്ന ശത്രുവായ പിശാചിനെയും സൃഷ്ടിച്ചു, പിശാചിനെ ഇറക്കുകയും ചെയ്തു. എന്നിട്ട് അവൻ അള്ളാഹുവിനോട് ആ വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഇറങ്ങിയത്, ഫബിഇസ്സതിക ലഉവിയന്നഹും അജ്മഈൻ. നിന്റെ അഭിമാനത്തെ തന്നെയാണ് സത്യം, അവരാസകലം ഞാൻ എന്ത് ചെയ്യും? വഴി പഴപ്പിക്കുക തന്നെ ചെയ്യും. ഈ തൗഹീദിൽ നിന്നിട്ട്, ഈ ഏകദൈവ വിശ്വാസത്തിൽ നിന്നിട്ട് അവരെ കൊണ്ട് ഞാൻ ശിർക്ക് ചെയ്യിപ്പിക്കും. അവരുടെ മുൻഭാഗത്തിൽ നിന്നിട്ടും, പിൻസൈഡിൽ നിന്നിട്ടും, വലതു ഭാഗത്തിൽ നിന്നിട്ടും, ഇടതു ഭാഗത്തിൽ നിന്നിട്ടും, എല്ലാ ഭാഗത്തിൽ നിന്നിട്ടും അവരെ ഞാൻ വലയം ചെയ്യും എന്ന് അവൻ അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്ത ആ വാക്കിനെ കുറിച്ചും മക്ക ഇമാം ഇന്ന് ഉണർത്തുകയുണ്ടായി. അഥവാ പിശാചിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു എന്നതായ ഭാഗം ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മക്ക ഇമാം തുടരുന്നു, ഇന്നി ഖലഖ്തു ഇബാദി ഹുനഫാഅ ഫജ്തലതുഹുമുശ് ശയാത്തീൻ. ഞാൻ സൃഷ്ടികളെ മുഴുവൻ സൃഷ്ടിച്ചത് ഫിത്രത്തിന്റെ മതത്തിന്റെ ഉടമകളായതുകൊണ്ട്. ഫിത്രത്ത് സലീമത്താണ്, അഥവാ പ്രകൃതി മതമാണ്. പ്രകൃതി മതത്തിന്റെ ഉടമകളുടെ സ്വഭാവം അത് നല്ല ക്ലിയറായ, ഹുനഫായ, അള്ളാഹനെ മാത്രം നിഷ്കളങ്കമായി ആരാധിക്കാനുള്ള, വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ചുറ്റുപാടുകളും അന്തരീക്ഷങ്ങളും അവർക്ക് ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് അതിനെ ഇഷ്ടപ്പെടുന്ന, അതിനെ സ്നേഹിക്കുന്ന വിഭാഗമായിട്ടാണ് ഞാൻ അവരെ സൃഷ്ടിച്ചത്. പക്ഷെ അവരെ പിടികൂടി, അവരുടെ സൽപാന്താവിൽ നിന്നിട്ട് വ്യതിചലിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരെ പിടികൂടി ആര്? പിശാച് അവരെ പിടികൂടി. പക്ഷേ പിശാച് അവിടെ സത്യവചനം ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇല്ല ഇബാദക മിൻഹുൽ മുഖ്ലസീൻ. നീ സെലക്ട് ചെയ്തതായ ആ മഹാത്മാക്കളായ, സാലിഹീങ്ങളായ, സജ്ജനങ്ങളായ, നിന്നെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിച്ച, നിന്നെ മാത്രം ആരാധിക്കാൻ തീരുമാനിച്ച, നിനക്ക് മാത്രം നേർച്ചയാക്കാനും അറക്കാനും തീരുമാനിച്ച, നിനക്ക് മാത്രം ആരാധനകൾ ആ സകലം സമർപ്പിക്കാനും, നിന്നെ മാത്രം സ്നേഹിക്കേണ്ടതുപോലെ യഥാർത്ഥ ആരാധനയാകുന്ന സ്നേഹം സ്നേഹിക്കാനും, നിന്നെ മാത്രം പേടിക്കേണ്ടതുപോലെ ആരാധനയാകുന്ന പേടിക്കുവാനും, അങ്ങനെ ആരാധനയുടെ എല്ലാ ഇനങ്ങളും നിനക്ക് സമർപ്പിക്കാൻ തീരുമാനിച്ച, നീ സെലക്ട് ചെയ്ത, മുഖ്ലിസീൻ അല്ല മുഖ്ലസീൻ എന്നാണ്. മുഖ്ലസീൻ എന്ന് പറഞ്ഞാൽ നീ സെലക്ട് ചെയ്തതായ ആ വിഭാഗം ഒഴിച്ച് അവരെടുക്കൽ എനിക്ക് എടുക്കാൻ പറ്റുകയില്ല. അവരെടുക്കൽ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഷോക്കടിക്കും, അവരെന്നെ ദൂരപ്പെടുത്താൻ വേണ്ടി പരിശ്രമിക്കും, അവരെ എന്റെ കുടുക്കിൽ പെടുന്നതല്ല എന്ന് അവൻ തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. നാം ആ ഇനത്തിൽ പെടാനാണ് പരിശ്രമിക്കേണ്ടത്. അവന്റെ പിടുത്തത്തിൽ പെടാത്ത, അവന്റെ കുടുക്കൽ പെടാത്ത വിഭാഗമാവാൻ വേണ്ടിയാണ് നാം പരിശ്രമിക്കേണ്ടത്. റസൂൽ തുടർന്നു, അവന് മാലം യുനസ്സിലുല്ലാഹു ബിഹി മിൻ സുൽത്താൻ, ഒരു അധികാരവും നൽകാത്തതായ ശിർക്ക്. ശിർക്കിനെ കുറിച്ച് അള്ളാഹു ഖുർആനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പറയുമ്പോഴെല്ലാം അള്ളാഹു അതിനുള്ള ഒരു അധികാരമോ അവകാശമോ ഓർഡറോ കൽപ്പനയോ നൽകാത്തതായ ഒരു തത്വമാണത്. ആര് എവിടെ എന്ത് ചെയ്താലും, ആര് എത്ര വലിയ സ്റ്റേജ് കെട്ടി ചെയ്താലും, എത്ര ബഹുഭൂരിപക്ഷം അതിന്റെ പിന്നാലെ നടന്നാലും, എത്ര തലപ്പാവുകാർ അതിനു വേണ്ടിയാണ് ഇത് ഷിയാക്കളെ പോലത്തവര് അതിനുവേണ്ടി കൂക്ക് വിളിച്ചാലും, അതിനുവേണ്ടി പതാക ഉയർത്തിയാലും,
അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തത്വത്തെ അംഗീകരിച്ചിട്ടില്ല, അതിന് ഒരു അധികാരം നൽകിയിട്ടില്ല, അതിന് അല്ലാഹു അനുവാദം നൽകിയിട്ടില്ല എന്ന് ഖുർആനിൽ പലയിടങ്ങളിലും മടക്കി മടക്കി പറയുന്നതായി കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ നിങ്ങളോട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞ കൽപ്പന അത് അല്ലാഹുവിനെ ആരാധിക്കണമെന്നാണ്. അതേ പ്രകാരം തന്നെ ആദ്യമായിട്ട് വിരോധിച്ച വിരോധം നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം കൽപ്പിച്ചത് അല്ലാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന, അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണം എന്നതായ കൽപ്പനയാണ് മനുഷ്യരാശിയെ വിളിച്ചുകൊണ്ട്. അതേ വിളിയിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാനുൽ അദീമിൽ സംസാരിച്ചപ്പോൾ ആദ്യമായിട്ട് വിരോധിച്ചത് ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദാ, നിങ്ങൾ അല്ലാഹുവിന്റെ കൂടെ ശിർക്ക് വെക്കരുത്. അപ്പോൾ അല്ലാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു നിർത്തിയില്ല. ആദ്യത്തെ വിരോധം, ആദ്യമായിട്ട് അല്ലാഹു വിരോധിച്ചത് എന്താണ്? അല്ലാഹുവിന്റെ കൂടെ തുല്യരാക്കരുത് ആരെയും, തുല്യപ്പെടുത്തരുത് ആരെയും, ഒരു ശിട്ടികളെയും നിങ്ങൾ തുല്യപ്പെടുത്താൻ പാടില്ല. അന്താദ വഅൻതും തഅലമൂൻ, നിങ്ങൾ സത്യം പോലെ അറിഞ്ഞ ശേഷം, ഖുർആനിനെ പഠിച്ച ശേഷം, തൗഹീദ് പഠിച്ച ശേഷം നിങ്ങൾ ഒരിക്കലും അള്ളാഹുവിന്റെ കൂടെ എന്ത് ചെയ്യാൻ പാടില്ല? ശിട്ടികളെ തുല്യരാക്കാൻ പാടില്ല. അത് വ്യക്തികളെ ആവട്ടെ, വസ്തുക്കളെ ആവട്ടെ, നബിമാരെ ആവട്ടെ, മുർസലുകളെ ആവട്ടെ, ഔലിയാക്കന്മാരെ ആവട്ടെ, മലക്കുകളെ ആവട്ടെ, ജിന്നുകളെ ആവട്ടെ, ആരെയും അള്ളാഹുവിനോട് തുല്യപ്പെടുത്താൻ പാടുള്ളതല്ല. നിങ്ങൾ സൃഷ്ടിച്ചതായ റബ്ബിനെ ആരാധിക്കുക എന്ന് മറ്റൊരിടത്ത് പറയുന്നു, നിങ്ങൾ മുത്തഖീകളാവാൻ വേണ്ടി. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം വിരോധിച്ചതായ ആ ശിർക്ക്, ആദ്യം വിരോധിച്ചതായ വിരോധം അത് ശിർക്കാണെന്ന് നാം പഠിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ തത്വം, ഈ മഹത്തായ ഖുർആനിനെ ഇറക്കാനുള്ള ലക്ഷ്യം, പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനുള്ള ലക്ഷ്യം, എത്ര വലിയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരെ നിയോഗിച്ചതും, ഗ്രന്ഥങ്ങൾ ഇറക്കിയതും, പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതും, നമ്മെ സൃഷ്ടിച്ചതും. അതിനെ വിട്ടുകൊണ്ട്, അതിനെ ഒഴിവാക്കിയും കൊണ്ട്, അതിനെ അംഗീകരിക്കാതെ ജീവിക്കുന്നവർ എത്ര പരാക്രമിയാണ് എന്ന് പറഞ്ഞത് അറിയിക്കേണ്ടതില്ല. അതുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ ചെയ്യുന്ന അക്രമത്തിൽ ഏറ്റവും വലിയ അക്രമം ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയാൻ കാരണം, ഏറ്റവും വലിയ അക്രമം, പരാക്രമം അത് അള്ളാഹുവിന്റെ കൂടെ ശിട്ടികളെ പങ്കുചേർക്കലാണ് എന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു വിശുദ്ധ ഫുർഖാനുൽ അദീം പറഞ്ഞതായിട്ട് കാണാം. അതുകൊണ്ട് മക്ക ഇമാം തുടരുന്നു, അള്ളാഹു നിങ്ങൾക്ക് വേണ്ടി തയ്യാർ ചെയ്തു വെച്ചതായ ആ സ്വർഗ പൂങ്കാവിലേക്ക്, ആ സ്വർഗത്തിലേക്ക്, ആ രമ്യഹർമ്മങ്ങളിലേക്ക് എത്താൻ വേണ്ടി പാടുപെടുക. ആ പാടുപെടുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാർ ചെയ്തതായ ആ നിഅമത്തിൽ നിങ്ങൾ പങ്കാളികളാവാൻ വേണ്ടിയിട്ട് ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയതായ ആ ഭക്ഷണത്തെ, ആ പാനീയങ്ങളെ, ആ നിഅമത്തുകളെ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക. അതേ സമയത്ത് ആ സൃഷ്ടിച്ച സൃഷ്ടാവായ റബ്ബിന് അവന്റെ റുബൂബിയത്ത് അംഗീകരിച്ചുകൊണ്ട്, അവന്റെ ഉലൂഹിയത്ത് അംഗീകരിച്ചുകൊണ്ട്, അവന്റെ അസ്മാകളിലും സിഫാത്തുകളിലും റുബൂബിയത്തിലും ഉലൂഹിയത്തിലും ആരെയും പങ്കു ചേർക്കാതെ, ആരെയും തുല്യപ്പെടുത്താതെ, അതിൽ തംസീലില്ലാത്ത, തക്യീഫില്ലാത്ത രൂപത്തിൽ അവനെ ആരാധിക്കുന്നതിൽ വീഴ്ച വരുത്താതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു ഖുർആനിൽ പറയുന്നു, ലൈസ കമിസ്ലിഹി ഷൈ, അല്ലാഹുവിനെ പോലോത്ത എന്തുമില്ല, ആരുമില്ല, എവിടെയുമില്ല, എപ്പോഴുമില്ല, ഉണ്ടായിട്ടില്ല, ഉണ്ടാവാൻ പാടുള്ളതല്ല എന്നാണ് ഞാൻ വിശദീകരിക്കാറുള്ളത് എന്റെ ശൈലി അനുസരിച്ചിട്ട്. അതാണ് ലൈസ കമിസ്ലിഹി ഷൈ എന്ന് പറഞ്ഞാൽ അവനെ പോലോത്ത ഒന്നും തന്നെ എവിടെയുമില്ല, എപ്പോഴുമില്ല. അതേ സമയത്ത് വഹുവസ് സമീഉൽ അലീം, അവർ കേൾക്കുന്നു, കാണുന്നു. അപ്പോൾ ഒന്നുമില്ല, എന്തുമില്ല, എപ്പോഴുമില്ല എന്ന് പറയുമ്പോൾ അവന് കേൾവിയുണ്ട്, കാഴ്ചയുണ്ട് എന്ന് പറയുമ്പോൾ ആ കേൾവിയും കാഴ്ചയും എന്തല്ല, അത് നമുക്കറിയുന്ന, നാം കേൾക്കുന്നത് പോലെയുള്ള കേൾവിയല്ല, നാം കാണുന്നത് പോലെയുള്ള കാഴ്ചയല്ല. മറിച്ച് അള്ളാഹുവിന് ദൂരമില്ല, അടുത്തില്ല, അടുത്തും ദൂരവും അവന്റെ അടുക്കൽ തുല്യമാണ്, സമമാണ്. എത്ര ദൂരമുണ്ടെങ്കിൽ, എത്ര അടുത്തുണ്ടെങ്കിലും എല്ലാം അള്ളാഹു ഒരുപോലെ വീക്ഷിക്കുന്നവനും കാണുന്നവനും. മാക്കും ഐനമാക്കുന്തും, നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, നിങ്ങൾ എവിടെയാണെങ്കിലും അവന്റെ ഇൽമിലൂടെ അവൻ നമ്മെ അറിഞ്ഞുകൊണ്ടേ, കണ്ടുകൊണ്ടേ, കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ന അർത്ഥത്തിലേക്ക്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജഅല ലക്കും അല്ലാഹു ഫിറാശൻ വസ്സമാഅ ബിനാഅൻ, ആയത്തിന്റെ പരിപൂർണതയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇവിടെ ഭൂമിയിൽ പരന്നു കിടക്കുന്നതാക്കി മാറ്റി, നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്നു, സമ്പാദിക്കാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്നു, ആകാശത്തിൽ നിങ്ങൾക്ക് മച്ചാക്കി തന്നു, നിങ്ങൾക്ക് എല്ലാ രൂപത്തിലുള്ളതായ അന്തരീക്ഷങ്ങൾ, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടിയുള്ളതായ അന്തരീക്ഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരുകയും ചെയ്തു. ആ അന്തരീക്ഷം ഉണ്ടാക്കപ്പെട്ടതായ ആ നിഅമത്തുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നതായ
ഭൂമിയിൽ നിങ്ങൾ താമസിക്കുന്ന വേളയിൽ നിങ്ങൾ അള്ളാഹുവിനെ ആരാധിച്ചിട്ടല്ലാതെ താമസിക്കാൻ പാടുള്ളതല്ല. ഹദീസിൽ വന്നിട്ടുണ്ട്, അൽ കയ്യിസു മൻ ദാന നഫ്സഹു വഅമില ലിമാ ബഅദൽ മൗത്ത്. ആരാണ് ബുദ്ധിജീവി? ഇത്തരം കാര്യങ്ങളൊക്കെ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് ആഴത്തിൽ അറിഞ്ഞുകൊണ്ട് പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ അവൻ ബുദ്ധിയുള്ളവനാണെങ്കിൽ അവൻ എന്ത് ചെയ്യും? പരലോകത്തിന് വേണ്ടി അഥവാ മരണാനന്തര ജീവിതത്തിന് വേണ്ടി അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും, അതിനുവേണ്ടി ഒരുങ്ങുക തന്നെ ചെയ്യും. അള്ളാഹു നരകത്തെ തൊട്ട് 200 പരം ആയത്തുകളിലൂടെ നരകത്തെ തൊട്ട് നമ്മെ പേടിപ്പിച്ചറിയിച്ചു, നമുക്ക് വാണിംഗുകൾ നൽകി. എന്തിനു വേണ്ടിയാണ്? അതിൽ നിന്നിട്ട് ഒഴിവായി നിൽക്കുവാനും അതിൽ നിന്നിട്ട് ദൂരപ്പെട്ട് നിൽക്കുവാനും വേണ്ടിയാണല്ലോ. അതുപോലെ തന്നെ ഹദീസിന്റെ തുടർച്ചയിൽ പറയുന്നു, ഏതായാലും ശേഷികെട്ടവനാരാണ്? ബുദ്ധിജീവിയെ കുറിച്ച് നാം പഠിച്ചു. നല്ലത് യാഥാർത്ഥ്യം മനസ്സിലാക്കി ആ യാഥാർത്ഥ്യം അനുസരിച്ചിട്ട് പരലോക മോക്ഷത്തിന് വേണ്ടി ജീവിക്കുന്നവൻ. എന്നാൽ ശേഷികെട്ടവനാരാണ്? ശേഷികെട്ടവൻ അവൻ ദേഹേച്ഛയുടെ ബേക്കിലാണ് നടക്കുന്നവനാണ്. ദേഹേച്ഛ എന്ന് പറയുന്നു, ജനങ്ങൾ എന്ത് പറയുന്നു, ബഹുഭൂരിഷം എന്ന് പറയുന്നു, ശൈലികൾ എന്ത് പറയുന്നു എന്ന് നോക്കലല്ലാതെ അള്ളാഹു എന്ത് പറഞ്ഞു, റസൂലുള്ളാഹി എന്ത് പറഞ്ഞു, നബിമാർ എന്ത് പറഞ്ഞു, ഖുർആനിലെ ആയത്തുകൾ എന്ത് പറയുന്നു, അതൊന്നും നോക്കാൻ വേണ്ടി കൂട്ടാക്കുന്നതല്ല. അവനാണ് ആജിസ്, അവനാണ് ശേഷികെട്ടവൻ എന്ന് ഹദീസിൽ വന്നതായ ഭാഗം ഇവിടെ സ്മരണീയമാണ്. ഏതാണ് ഏറ്റവും വലിയ പാപം, ഏറ്റവും വലിയ ദോഷം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടപ്പോൾ ഇബ്നു മസ്ഊദ് റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിൽ കാണാം, മഹാനായ ഇബ്നു മസ്ഊദ് മറുപടി പറഞ്ഞത്, റസൂലുള്ളാഹി പറഞ്ഞതായിട്ട്, അൻ തജ്അല ലില്ലാഹി നിദ്ദ വഹുവ ഖലഖക. നിന്നെ സൃഷ്ടിച്ചതായ റബ്ബിന്റെ കൂടെ സൃഷ്ടികളെ പങ്കുചേർക്കലാണ്. നിന്നെ സൃഷ്ടിച്ചതായ റബ്ബിന്റെ കൂടെ, ആ രാജാതിരാജന്റെ കൂടെ, ആ മഹാസിംഹാസനത്തിന്റെ ഉടമയുടെ കൂടെ, അവൻ സൃഷ്ടിച്ചതായ സൃഷ്ടികളെ ഒന്നിനും കൊള്ളരുതാത്ത, ഒന്നും മിൽക്കാക്കാത്ത ആ മനുഷ്യനെ, ആ ജിന്നുകളെ, ആ വസ്തുക്കളെ, ആ വ്യക്തികളെ അള്ളാഹുവിനോട് പങ്കുചേർക്കലാണ് ഏറ്റവും വലിയ തെറ്റ് എന്ന്, പാപമെന്ന് ജീവിതത്തിൽ കളവ് പറയാത്തവരും നമ്മുടെ മുമ്പിൽ ഈ വിശുദ്ധ മദീനയിൽ അന്ത്യവിഷമം കൊള്ളുന്നവരായ നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ ആ വാക്കും ഇന്ന് മക്ക ഇമാമ് ഉണർത്തുകയുണ്ടായി. പിന്നെ ചോദിക്കപ്പെട്ടു ഏതാണ് എന്ന്, അൻതുസാനിയ ബിഹലീലത്തി ജാരിക. നിന്റെ അയൽവാസി സ്ത്രീയെ വ്യഭിചരിക്കുക എന്നത് അത് അഭിമാനത്തിനെ പിച്ചു ചീന്തലാണ്. ഏത് വ്യഭിചാരവും അഭിമാനത്തെ പിച്ചു ചീന്തലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സൗകര്യമുണ്ടാകുവാനും ഏറ്റവും വലിയ അപകടമുണ്ടാകുവാനും സാധ്യത ഉള്ളതായ ഒന്നാണ് നിന്റെ ജാറാകുമ്പോൾ അഥവാ നിന്റെ അയൽവാസിയാകുമ്പോൾ. അങ്ങനെയുള്ള അയൽവാസി സ്ത്രീകളെ വ്യഭിചരിക്കുക എന്നത് മഹാപാപങ്ങളിൽ പെട്ടതാണ് എന്ന് നമ്മുടെ കണ്ണിലുണ്ണിയായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുകയുണ്ടായി. അതുപോലെ തന്നെ വൻ ദോഷങ്ങളിൽ പെട്ടതാണ് അൻ തഖ്തുല വലദക. നിന്റെ കുട്ടിയെ നീ വധിക്കുക. അഥവാ പെണ്ണുകുട്ടിയാണെങ്കിൽ പണ്ടങ്ങനെ കാട്ടാറുണ്ടായിരുന്നു ജാഹിലിയ കാലഘട്ടത്തിൽ. അറബികൾ നിന്നിട്ട് ചില കബീലുകൾ മാത്രം. ആ മഹാപാപത്തിലേക്കാണ് സൂചന. നിന്റെ കുട്ടിയെ നിന്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ സാധിക്കുമോ ഇല്ലേ എന്നത് പേടിച്ചത് കാരണത്താൽ നീ അവനെ വധിക്കുക. ഇതും മഹാപാപങ്ങളിൽ പെട്ടതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ട്, കുട്ടികൾക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടുണ്ടാക്കിയുകൊണ്ട്, ജനങ്ങളുടെ അഭിമാനത്തെ സംരക്ഷിച്ചുകൊണ്ട്, അവർക്ക് അയൽവാസികളും അല്ലാത്തവരും ജീവിക്കാനുള്ളതായ ചാൻസ് ഉണ്ടാക്കിയും കൊണ്ട്, അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്നതായ ഒരു സമൂഹത്തെ ഇവിടെ ഉണ്ടാക്കണം, വാർത്തെടുക്കണം, അതിനുവേണ്ടി പാടുപെടണം, അതിനുവേണ്ടി ജീവിക്കണം എന്ന് പഠിപ്പിക്കും പോലെ നിങ്ങളുടെ റിസ്ക് അത് ആകാശത്തിൽ നിന്നിട്ട് ഇറങ്ങുന്നുണ്ട്. നിങ്ങൾ അതിനുവേണ്ടി പാടുപെടേണ്ടതില്ല. മറ്റത് ഒഴിവാക്കിയിട്ട്, നിങ്ങൾ സൃഷ്ടിച്ച ലക്ഷ്യം ഒഴിവാക്കിയിട്ട് ആ ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ ജീവിച്ചോളി. നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു കാര്യങ്ങളൊക്കെ എളുപ്പമാക്കി തരും. കച്ചവടത്തിന്റെ കാര്യങ്ങളും ബിസിനസിന്റെ കാര്യങ്ങളും സമ്പാദിക്കേണ്ട കാര്യങ്ങളും എല്ലാം എളുപ്പമാക്കി തരും. അപ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ളതായ നജാഹും തൗഫീഖും എല്ലാം അള്ളാഹുവിനെ ആരാധിക്കലിലൂടെയും ശിർക്കിനെ ഒഴിവാക്കലിലൂടെയും മാത്രമേ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നമുക്കിതിലൂടെ പഠിപ്പിക്കപ്പെട്ടത്. അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിശാലമായ ഈ അർത്ഥത്തെ ഉൾക്കൊള്ളുന്നതായ ആയത്തുകൾ ഖുർആനിൽ എന്റെ ശൈലിയിൽ ഞാൻ പറയാറുണ്ട്. 112ഓളം തവണയാണ് ഏകദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥന എന്നതായ മുസ്തഖാത്തുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സംസാരിച്ചത്. അതുപോലെ മാത്രം എന്നതായ അർത്ഥം ഉൾക്കൊള്ളുന്ന വഹ്ദഹു എന്നതായ പദം, അതുപോലെ തന്നെ ആ അർത്ഥം ഉൾക്കൊള്ളുന്നതായ ആ ശൈലി അല്ലാഹു സുബ്ഹാനഹു വ തആല 91 പ്രാവശ്യം ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതെല്ലാം എന്തിനു വേണ്ടിയാണ്? നമ്മെ സൃഷ്ടിച്ചതായ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. ഇതെല്ലാം പറഞ്ഞതോടുകൂടി അതേ ആയത്തിന്റെ സമാപനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വെല്ലുവിളിക്കുന്നു. എന്താണ്? ഈ ആയത്തുകൾ ഉൾക്കൊള്ളുന്നതായ, തൗഹീദിന്റെ ആയത്തുകൾ ഉൾക്കൊള്ളുന്നതായ ഈ ആയത്തുകൾ കേട്ടപ്പോൾ രോമാഞ്ചമുണ്ടായി, അല്ലെങ്കിൽ പ്രയാസമുണ്ടായി. രോമാഞ്ചമല്ല, അവർക്ക് പ്രയാസമുണ്ടായി, അലർജി ഉണ്ടായി. മക്കക്കാർക്ക് അവർ കേൾക്കാത്ത ശബ്ദമാണ്. ഞങ്ങൾ ഒരു ഇലാഹിനെ മാത്രമാണോ? അജഅൽ ആലിഹത ഇലാഹൻ വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. അത്ഭുതമല്ലേ? ഒരാളെ കൊണ്ടെങ്ങനെയാണ് പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പറ്റുക? ഒരാൾ മാത്രമോ? ഒരു ദൈവം മാത്രം
മാത്രമോ എന്നൊക്കെ അവർ ചോദിക്കുകയുണ്ടായി. അതുകൊണ്ട് അവർക്ക് തീരെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഉൾക്കൊള്ളാൻ പറ്റാതെ കണ്ടപ്പോൾ, ഖുർആനെ അവഗണിച്ചപ്പോൾ, ഖുർആനെ അവർ അംഗീകരിക്കാതിരുന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ ആയത്തിൽ തന്നെ നിങ്ങളോട് ഈ തൗഹീദ് പറയുന്ന, ഈ ഏകദൈവ വിശ്വാസം പറയുന്ന, ഈ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹ്ക്ക് മാത്രമേ നേർച്ചയാക്കാൻ പാടുള്ളൂ, അറക്കാൻ പാടുള്ളൂ, ജീവിക്കാൻ പാടുള്ളൂ, മരിക്കാൻ പാടുള്ളൂ എന്ന തത്വം നിങ്ങളോട് പറയുന്നതായ ഈ ഖുർആനിനെ നിങ്ങൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ, ഇത് അള്ളാഹുവിന്റേതല്ല, അള്ളാഹു ഇറക്കിയതല്ല എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, മുഹമ്മദ് സ്വന്തം അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിൽ ഉണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ ഇതുപോലത്തതായ ഒരു ഖുർആനിനെ കൊണ്ടുവരൂ, അല്ലെങ്കിൽ 10 സൂറത്ത് കൊണ്ടുവരൂ, അല്ലെങ്കിൽ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ എന്ന് മക്ക ഇമാം എന്ന് ഓതിവെച്ച ആയത്തിന്റെ സമാപനത്തിൽ അള്ളാഹു പറയുന്നുണ്ട്. നിങ്ങൾ അതുപോലത്തെ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ. എന്നിട്ട് അള്ളാഹു തന്നെ മറ്റു ആയത്തുകളിൽ തീർത്തു പറഞ്ഞു, നിങ്ങൾക്ക് സാധിച്ചില്ലെങ്കിൽ, അള്ളാഹ് പറയുകയാണ് സാധിക്കൂല. സാധിച്ചില്ലെങ്കിൽ മാത്രമല്ല, സാധിക്കൂല, നിങ്ങൾക്കത് സാധിക്കുക തന്നെ ഇല്ല. പക്ഷേ നിങ്ങൾ എന്റെ വാക്ക് പാലിച്ചിട്ടില്ലെങ്കിലും, നിങ്ങൾ ഈ അത്ഭുത, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത്ഭുത ഗ്രന്ഥമാകുന്ന ഖുർആനെ നിങ്ങൾ അവഗണിച്ചിട്ടുണ്ടെങ്കിലും, നിങ്ങൾക്ക് നേരിടാൻ പോകുന്നത് അത് നരകമാകുന്ന തീ, കല്ലുകളെ കൊണ്ട് കത്തിക്കപ്പെടുന്ന, മനുഷ്യന്മാരെ കൊണ്ട് കത്തിക്കപ്പെടുന്നതായ ആ മഹാതീ, ആ ജഹന്നം, അത് നിങ്ങളുടെ അന്ത്യമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വാണിംഗ് നൽകിയിട്ടാണ് ആയത്തിനെ സമാപിച്ചത്. അള്ളാഹുവിന്റെ വെല്ലുവിളി അന്നു മുതൽ ഇന്ന് വരെ, ഖിയാമത്ത് നാൾ വരെ ഖുർആനിൽ ശേഷിക്കുന്നു. ഫഇല്ലം തഫ്അലു വലൻ തഫ്അലു എന്നതായ വെല്ലുവിളി, അതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പല ശൈലിയിൽ, പല ഘടനകൾ, നല്ല നല്ല ക്ലിയറായ ഘടനകൾ, ക്ലിയറായ ശൈലികൾ, ക്ലിയറായ അള്ളാഹുവിന്റെ മനുഷ്യന്മാർക്ക് ഇറങ്ങിയതായ ഈ ഇജാസ് ഉൾക്കൊള്ളുന്നതായ, അഥവാ ഷിട്ടികൾക്ക് ചെയ്യാൻ പറ്റാത്ത, ഷിട്ടികൾക്ക് ഉണ്ടാക്കാൻ പറ്റാത്ത രൂപത്തിലുള്ളതായ ആ കഴിവ് കൽപ്പുള്ളതായ ഗ്രന്ഥത്തെ ഇറക്കി അതിനെ ലോകത്തിന്റെ മുമ്പിൽ വെല്ലുവിളിച്ചിട്ടാണ് ഈ തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പരിശ്രമിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയുമ്പോൾ കുറച്ച് നീട്ടിപ്പരത്തി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടൈമിന്റെ പരിമിതി അനുസരിച്ച് ഷോർട്ടാക്കിയതാണ്. ഇതിൽ നിട്ടൊരു കാര്യം നാം മനസ്സിലാക്കണം, മലയാളികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അടുത്ത കാലഘട്ടത്തിലായിട്ട് ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കാത്ത യഥാർത്ഥ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ശത്രുക്കളായ വിഭാഗം ചിലരും അല്ലാഹുവിന്റെ ഹിദായത്തിലാക്കട്ടെ, സന്മാർഗത്തിലേക്ക് നയിക്കട്ടെ, മലയാളികളും അല്ലാത്തവരുമെല്ലാം കിംവദന്തികളും ഇഫ്തിറാഅത്തുകളും കുപ്രചരണങ്ങളും നടത്തുകയുണ്ടായി. എന്ത് വിശുദ്ധ മസ്ജിദുൻ നബവിയിലും അതുപോലെ സൗദി അറേബ്യയിലുള്ളതായ മസ്ജിദുൽ ഹറാം പോലത്തെ പള്ളികളിലൊക്കെ ഇവിടെ തൗഹീദാകുന്ന, റസൂല് പഠിപ്പിച്ച, സഹാബാക്കൾ പഠിപ്പിച്ച, താബീങ്ങൾ പഠിപ്പിച്ച, മദ്ഹബിന്റെ ഇമാമുകൾ പഠിപ്പിച്ചു പോയതായ ആ തൗഹീദിന്റെ തത്വം ഇവിടെ പഠിപ്പിക്കുന്നത് വിരോധിച്ചു. ആ ഗ്രന്ഥങ്ങൾ ഇവിടെ പഠിപ്പിക്കാറില്ല, അത് വിരോധിച്ചു, അത് പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരെ തടഞ്ഞു എന്നൊക്കെ കുപ്രചരണം നടത്തിയതായിട്ട് നാം കേട്ടിട്ടുണ്ട്. അതിന് ചൂട്ട മറുപടിയാണ് മക്കയിൽ ആദ്യമായിട്ട് യാസിർ ദൗസരി എന്നതായ പണ്ഡിതൻ ഖുതുബ ഓതുകയാണ്. അദ്ദേഹം ആദ്യമായിട്ട് മസ്ജിദുൽ ഹറാമിൽ ഖുതുബ ഓതിയ സന്ദർഭത്തിൽ രാജാവിന്റെ കൽപ്പന ഈ ആഴ്ചയിലാണ് ഏകദേശം പുറപ്പെടുവിക്കപ്പെട്ടത്. എന്തിനു വേണ്ടി? മക്കയിലും മദീനയിലും പ്രത്യേക ഇമാമത്ത് നിൽക്കുന്നതായ ചില ഇമാമുകൾക്ക് ഖുതുബ ഓതാനുള്ളതായ ചാൻസ് നൽകിക്കൊണ്ടുള്ളതായ ഉത്തരവ് പുറപ്പെടുവിക്കപ്പെട്ടിട്ടുണ്ട്. ആ സന്ദർഭത്തിൽ ആദ്യമായിട്ട് മക്കയിൽ യാസിർ ദൗസരി എന്നതായ പണ്ഡിതൻ ഓതിയതായ ഖുതുബ അത് തൗഹീദിനെ കുറിച്ചായിരുന്നു. അത് ഉസൂലു സലാസയിലുള്ള തത്വമായിരുന്നു, അത് കിതാബ് തൗഹീദിലുള്ള തത്വമായിരുന്നു. അതുകൊണ്ട് കിതാബ് തൗഹീദും ഉസൂലു സലാസയൊക്കെ ഇവിടെ പഠിപ്പിക്കുന്നത് നിർത്തി എന്നതായ കിംവദന്തിയും കുപ്രചരണവും അത് ശരിക്കും കളവും ഇസ്ലാമിന്റെ നെഞ്ചത്തേക്കും തൗഹീദിന്റെ നെഞ്ചത്തേക്കും കരിവാരത്തേക്കാനുള്ളതായ പരാജയപ്പെടുന്ന ആ പരാജയപ്പെട്ട പരിശ്രമവുമായിരുന്നു എന്ന് അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഖുതുബയുടെ ഉള്ളടക്കം കേട്ട സന്ദർഭത്തിൽ ഇന്ന് മദീനയിലും പുതിയ ഖതീബ്, അദ്ദേഹം കുറെ കൊല്ലമായിട്ട് മദീനത്തെ ഇമാമാണ്, അദ്ദേഹം ഇന്ന് മദീനയിലും ഖുതുബ ആദ്യമായിട്ട് ഓതുകയാണ്. അദ്ദേഹത്തിന്റെ പേര് ഡോക്ടർ ഖാലിദ് ഇബ്നു സുലൈമാൻ അൽ മുഹന്ന എന്നാണ്. അദ്ദേഹം മദീനയിൽ ഖുതുബ ഓതിയത് അത് യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ സ്മരിക്കേണ്ട, മക്കയിൽ പറഞ്ഞതായ ആ തൗഹീദാകുന്ന ആ ഏക വചനത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ സ്മരിക്കുക എന്നതായ ആ തത്വം ഷിട്ടികൾ അവരുടെ ശരീരത്തിനുള്ളതായ ഭക്ഷണം അവര് ഇവിടെ തീറ്റുന്ന സന്ദർഭത്തിൽ, കുടിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ ആത്മാവിനുള്ളതായ ഭക്ഷണമാണ് ദിക്റുല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംസാരിക്കാൻ ആരംഭിച്ചത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അലീമിൽ സൂറത്തുൽ അഹ്സാബിൽ ഇന്നൽ മുസ്ലിമീന വൽ മുസ്ലിമാത്തി വൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി എന്ന് പറഞ്ഞുകൊണ്ട് നീണ്ട 10ഓളം ആൾക്കാരെ കുറിച്ച് സംസാരിച്ചപ്പോൾ അല്ലാഹു ആയത്തിന്റെ സമാപനത്തിൽ സൂറത്തുൽ അഹ്സാബിൽ കുറിച്ചത് എന്താണ്?
വദ്ദാകിരീന അല്ലാഹ കസീറൻ വദ്ദാകിറാത്ത്, അല്ലാഹുവിനെ കൂടുതൽ സ്മരിക്കുന്നവർ. ശ്രദ്ധിക്കുക, അല്ലാഹുവിനെ സ്മരിക്കുന്നവർ എന്ന് പറഞ്ഞു നിർത്തിയില്ല, അല്ലാഹുവിനെ സ്മരിച്ചു കൊണ്ടേയിരിക്കുന്നവർ. ആയിഷ പറയുന്നു റളിയല്ലാഹു തആല അൻഹ, നമ്മുടെ ഉമ്മ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ സർവ്വ ടൈമിലും, അവരുടെ എല്ലാ ടൈമിലും അവര് ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഉമർ പറയുന്നു റളിയല്ലാഹു തആല അൻഹു, റസൂലുള്ളാഹിയുടെ സദസ്സിൽ പലപ്പോഴും ഞാൻ കേൾക്കാറുണ്ട് 70 അല്ലെങ്കിൽ 100 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്തഗ്ഫിറുല്ലാഹൽ അദീം എന്നും അല്ലെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹൽ ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം അസ്തഗ്ഫിറുല്ലാഹ് എന്ന ഇസ്തിഗ്ഫാറിന്റെ കലിമാത്തുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഉണ്ടാവാറുണ്ടായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ബസറുൽ ലദീ യദ്കുറു റബ്ബഹ വല്ലദീ ലാ യദ്കുറു റബ്ബഹ, അല്ലാഹുവിനെ സ്മരിക്കുന്നവരുടെയും സ്മരിക്കാത്തവരുടെയും സ്വഭാവം എന്താണ്? സ്മരിക്കുന്നവര് അത് അൽ ഹയ്യ് വൽ മയ്യിത്ത്, സ്മരിക്കാത്തവര് മയ്യിത്ത്, സ്മരിക്കുന്നവര് ഹയ്യ്, അവൻ ജീവിച്ചുകൊണ്ട് ഇരിക്കുന്നവനാണ്. ഇവിടെയും ജീവിക്കും, അവന്റെ ആത്മാവ് മരണപ്പെട്ട് കഴിഞ്ഞാൽ പരലോകത്തും അല്ലാഹുവിന്റെ അടുക്കൽ ജീവിക്കും. അങ്ങനെ ആത്മാവിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിപ്പിച്ചുകൊണ്ട് അതിനെ ആസ്വദിക്കേണ്ട ആസ്വാദനങ്ങൾ, ഖബറിലാണ് കിടക്കുന്നതെങ്കിൽ ഷഹീദന്മാരല്ലെങ്കിൽ ആ ഖബറിലുള്ളതായ അള്ളാഹുവിനെ സ്മരിക്കുന്നവന്റെ മയ്യത്തിനോട് പറയപ്പെടും എന്ത്? നീ അറൂസ് ജീവിക്കും പോലെ, നീ അറൂസ് ജീവിക്കും പോലെ, പുതുമാരൻ ജീവിക്കും പോലെ, പുതിയാപ്പള ജീവിക്കും പോലെ അവിടെ നീ കടന്നുറങ്ങിക്കോ എന്ന് കൽപ്പിക്കപ്പെടും. അവിടെ അവനെ സമാധാനിപ്പിക്കുവാൻ, അവന് ശാന്തി നൽകുവാൻ വേണ്ടിയിട്ട് അവന്റെ അമലു സാലിഹാത്തായ, അവൻ ചെയ്തതായ, ചെല്ലിയതായ, ഉൾക്കൊണ്ടതായ തൗഹീദും അതുപോലെ തന്നെ അവൻ ചെല്ലാറുണ്ടായിരുന്നതായ ദിക്റുകളൊക്കെ ഉൾക്കൊള്ളുന്നതായ ഒരു അമലു സാലിഹാത്തിനെ മലക്കിന്റെ കോലത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നിയോഗിക്കപ്പെടുകയും ചെയ്യും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹയ്യാണ് എന്ന് പറഞ്ഞതായ ആ വാക്ക് നമുക്ക് വ്യക്തമാക്കി കാണിച്ചു തരാൻ വേണ്ടി ചെയ്യുന്നതായ ശൈലിയാണ്. അവൻ ജീവിക്കുന്നവനാണ്, ജീവിക്കേണ്ടവനാണ്. അവന്റെ അർവാഹുകൾക്ക് സന്തോഷവും സമാധാനവും ശാന്തിയും ലഭിക്കുന്നതാണ്. മരണപ്പെട്ടു കഴിഞ്ഞാലും അവന് പ്രയാസമില്ല. അതുപോലെ തന്നെ മറ്റുള്ളവൻ ചത്തുപോയി, ഭൂമിയിൽ തന്നെ ചത്തു. കാരണം ഭൂമിയിൽ 4 കാലി മൃഗങ്ങളോട് തുല്യമുള്ള ജീവിതമാണ് അവൻ ജീവിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അദീമിൽ പറയുകയാണ്, അല്ലാഹുവിനെ സ്മരിക്കാത്ത, അല്ലാഹുവിനെ ഓർക്കാത്ത വിഭാഗത്തെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കുകയാണോ? അവർ കേൾക്കുന്നുണ്ട്, ഔ യാഖിലൂന, അവർ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്നാണോ തെറ്റിദ്ധരിച്ചത്? അല്ല, ഖുർആൻ കേൾക്കുന്നു, ഖുർആന്റെ ആയത്തുകൾ കേൾക്കുന്നു, ഖുർആൻ വായിക്കുന്നു, പ്രസംഗങ്ങൾ കേൾക്കുന്നു, എല്ലാം കേൾക്കുന്നു. പക്ഷേ അവര് ഇൻഹും ഇല്ലാ കൽ അൻആം ബൽ ഹും അദല്ലു സബീല, അവർ 4 കാലികളെ പോലെയാണ്, അല്ല അതിലും വഴിപഴച്ചവരാണ് എന്ന് റബ്ബുൽ ഇസ്സത്തി പറഞ്ഞതായ ആ വിഭാഗത്തിലാണ് പെടുക ആര്? അല്ലാഹുവിനെ സ്മരിക്കാത്ത, അല്ലാഹുവിനെ ഓർക്കാത്ത വിഭാഗം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവര് ജീവിച്ചവനും മരിച്ചവനും പോലെയാണ്. ജീവിച്ചവൻ അവനാണ് ദിക്ർ ചൊല്ലുന്നവൻ, ജീവിക്കാത്തവൻ, മരണപ്പെട്ടവൻ അവനാണ് ഹൃദയം മരണപ്പെട്ട ആൾ, ഹൃദയത്തിനെ മരിപ്പിച്ച ആൾ ഭൂമിയിൽ നിന്നിട്ട് ഹൃദയത്തിൽ അല്ലാഹുവിനെ സ്മരിക്കാത്തതായ ഹൃദയത്തിന്റെ ഉടമകൾ, ഗഫലത്തി എന്ന മഹാമാരകമായ ആ ഹൃദയ രോഗം പിടിപെട്ട ആൾ. ഇന്നലെ രാത്രി നാം മസ്ജിദ് ദാറുൽ ഹദീസിൽ വെച്ച് സംസാരിച്ചപ്പോൾ ഹൃദയ രോഗങ്ങൾ സംസാരിച്ചല്ലോ. അതിൽ നാം സംസാരിക്കാൻ ശേഷിക്കുന്ന ഭാഗത്തിൽപ്പെട്ടതാണ് ആ ഗഫലത്ത് എന്നതായ മഹാരോഗം. അതെന്താണ്? അശ്രദ്ധ എന്ന രോഗം. ആ അശ്രദ്ധ എന്ന രോഗം പിടിപെട്ടാൽ മനുഷ്യന് ഞാൻ ജീവിക്കുന്ന ജീവിതം അത് മനുഷ്യനോട് തുല്യതയുള്ള ജീവിതമാണോ എന്ന് വരെ ചിന്തിക്കാൻ സാധിക്കുന്നതല്ല. ചിലപ്പോൾ മൃഗ തുല്യമുള്ള ജീവിതമായിരിക്കും അവന് ജീവിക്കേണ്ടി വരിക. എന്ത് കേൾക്കണമെന്നോ, എന്ത് കാണണമെന്നോ, എന്ത് പറയണമെന്നോ, എന്ത് പ്രവർത്തിക്കണമെന്നോ അവൻ ചിന്തിക്കുന്നതല്ല. അതാണല്ലോ തെറ്റ് ചെയ്യുന്ന, പാപം ചെയ്യുന്ന, പൈശാചിക ശല്യങ്ങളുടെ പിന്നാടി നടക്കുന്ന, പിശാചിന് അടിമളായി മാറുന്ന വിഭാഗത്തിൽ നിന്നിട്ട് നാം കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ മദീന ഇമാമ് എന്ന് പറയുകയുണ്ടായ ഹയാത്തുൽ ബഹീമ പോലെയാണ് എന്ന്. അതെ, അത് അള്ളാഹു പറഞ്ഞ ശൈലിയാണ്, ചീത്ത പറയലല്ല, അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ തന്നെയാണ് അള്ളാഹു പറഞ്ഞത്, ഇൻഹും ഇല്ലാ കൽ അൻആം, അവർ 4 കാലികളെ പോലെ അല്ലാതെയല്ല, ബൽ ഹും അവൽ. പോരാ, 4 കാലി എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാളും പഴച്ചവരാണ്. കാരണം 4 കാലികൾ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാവരോടും കൂനു തുറാബ എന്നല്ലാഹു പറയുമ്പോൾ നിങ്ങളൊക്കെ മണ്ണായിക്കൊള്ളുക എന്നുള്ള കൽപ്പന വരുമ്പോൾ യാലൈതനി കുന്തു തുറാബ എന്നായിരിക്കും. അള്ളാഹിനെ സ്മരിക്കാത്ത, അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കാത്ത, അള്ളാഹുവിന് മാത്രം ആരാധന സമർപ്പിക്കാത്ത, ശിർക്ക് ചെയ്ത് ജീവിച്ച് അള്ളാഹുവിനെ വിലവെക്കാത്ത ജീവിച്ച്, അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത, വിലവെക്കാത്ത, ബഹുമാനിക്കാത്ത, ആദരിക്കാത്ത ജീവിച്ചതായ ഈ മനുഷ്യതുല്യരായിട്ട് ജീവിക്കുന്ന മൃഗങ്ങൾ, ആ മൃഗങ്ങൾ ആഗ്രഹിക്കും പരലോകത്തിൽ എന്ത്? ഒറിജിനൽ മൃഗങ്ങളാകുന്ന ആ മൃഗങ്ങൾ മണ്ണായതുപോലെ ഞങ്ങളും മണ്ണായാൽ തർക്കേടില്ല എന്ന് ആഗ്രഹിക്കുമെന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടാനും നാം ഏത് സമയത്തും അള്ളാഹുവിന്റെ ഇസ്തിഗ്ഫാർ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ നമുക്ക് അള്ളാഹുവിനെ ദിക്ർ ചൊല്ലുക എന്നതായ അതിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. മദീന ഇമാം പറയുന്നു, എല്ലാം നശിക്കാറുണ്ട്, എല്ലാം കേടുവരാറുണ്ട്, എല്ലാം പരിക്കേൽക്കാറുണ്ട്, അതുപോലെ ഹൃദയത്തിനും പരിക്കും അത് സതയും ഉണ്ടാകും.
ആ സതയും പരിക്കും ഉണ്ടാകുന്ന സന്ദർഭത്തിൽ അതിനെ നാം ക്ലിയർ ആക്കാൻ വേണ്ടി പരിശ്രമിക്കേണ്ട ഭാഗമാണ് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കൽ. അതുകൊണ്ട് അള്ളാഹുവിന് ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ദിക്ർ വർദ്ധിപ്പിക്കും പോലെ തന്നെ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സദാ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നമുക്ക് നേട്ടമുണ്ട്. അതിനു പുറമെ അള്ളാഹുവിനെ സ്മരിക്കുക, ഓർക്കുക എന്നതായ കൽപ്പനക്ക് നാം വഴിപ്പെട്ടവരായി മാറുകയും ചെയ്യുന്നു എന്നതുകൂടി ഇസ്തിഗ്ഫാറിലുണ്ട്. അതുകൊണ്ട് ഇസ്തിഗ്ഫാർ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക എന്ന് മദീന ഇമാം തുടരുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അദീമിൽ പറയുന്നുണ്ട്, ആ മഹാത്മാക്കളായ അവന്റെ മുഖറബീങ്ങളായ മലക്കുകൾ അവന്റെ അർശിനെ ഏറ്റു നിൽക്കുന്നതായ ആ മഹാത്മാക്കൾ എത്ര വലിയ ഡിഗ്രിയാണ്, എത്ര വലിയ സ്റ്റാൻഡേർഡ് ആണ്. അള്ളാഹുവിന്റെ സിംഹാസനം എന്ന് പറയാൻ പറ്റുമെങ്കിൽ ഞാൻ അർശി എന്ന് തന്നെ ഉപയോഗിക്കാം. അള്ളാഹുവിന്റെ ആ വിശാലമായ അർശ്, അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏറ്റവും മഹാശക്തിയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ അർശ്. അങ്ങനെയുള്ളതായ ആ അർശിനെ ഏറ്റു നിൽക്കുന്നതായ, അതിനെ ചുമന്നു നിൽക്കുന്നതായ ആ മലക്കുകളുടെ ഡ്യൂട്ടിയായിട്ട് അള്ളാഹ് പറയുന്നുണ്ട്. അവസാനമായിട്ട് അള്ളാഹു സ്വർഗത്തിൽ പോകേണ്ടവർ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച സന്ദർഭത്തിൽ, ആ സന്ദർഭത്തിൽ അവിടെ പറയപ്പെടുന്ന രംഗമാണ് നിങ്ങൾ മലക്കുകളെ കാണുന്നതാണ് മുഹമ്മദ് നബിയെ. എങ്ങനെ കാണും? അള്ളാഹുവിന്റെ അർശിനെ വലയം ചെയ്തുകൊണ്ട് അവരെ നിങ്ങൾ കാണുന്നതാണ്. എന്താണ് വലയം ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്നത്? അവർ അവരുടെ രാജനായ ആ അർശിന്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്തിനെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്തുതികീർത്തനങ്ങൾ നൽകുകയും ചെയ്തുകൊണ്ട് ഇരിക്കുന്നതായ ഡ്യൂട്ടിയാണ് അവർക്ക് അല്ലാഹ് നൽകിയിട്ടുള്ളത്. ആ സന്ദർഭത്തിലാണ് പറയപ്പെടുക എന്ത്? വഖീല അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ സർവസ്തുതിയും സർവലോകരക്ഷിതാവായ അള്ളാഹുവിനാണ് എന്ന് ആ സന്ദർഭത്തിൽ പറയപ്പെടുന്നതാണ്. ഏതായാലും തസ്ബീഹ് എന്ന് പറയുന്നത് ഒരടിമയുടെ ആയുധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മദീന ഇമാം തുടരുകയുണ്ടായി. അതെ, നമ്മുടെ എല്ലാ വിഷമതകളിൽ നിന്നിട്ടും പ്രയാസങ്ങളിൽ നിന്നിട്ടും ദുഃഖങ്ങളിൽ നിന്നിട്ടും ടെൻഷനുകളിൽ നിന്നിട്ടും രക്ഷപ്പെടാനുള്ളതായ മാർഗമാണ് എന്ത്? തസ്ബീഹ് വർദ്ധിപ്പിക്കുക. ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. മഹാനായ യൂനുസ് അലൈഹിസ്സലാമിനെ അല്ലാഹു പരീക്ഷിച്ച പരീക്ഷണത്തിന്റെ രൂപമായിരുന്നു. അല്ലാഹുവിനോട് അനുവാദം ചോദിക്കാതെ അവരോട് കൽപ്പിക്കപ്പെട്ടതായ അവരുടെ സമൂഹത്തിന്റെ സമുദായത്തിന്റെ മുമ്പിൽ വെച്ചിട്ട് അവർ യാത്ര ചെയ്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, വലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. അഥവാ ആ പോക്കിൽ അവര് സമുദ്രത്തിൽ കടന്നുകൊണ്ട്, മത്സ്യത്തിന്റെ പള്ളയിൽ കടന്നുകൊണ്ട് നമ്മെ സ്തുതികീർത്തനം ചെയ്തിട്ടില്ലെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ അവിടെ അവര് കിടക്കേണ്ടി വരുമായിരുന്നേനെ. അല്ലാഹു വിശുദ്ധ ഫുർഖാൻ അലീമിൽ മറ്റൊരിടത്ത് പറയുന്നു, വദന്നൂൻ ഇദ് ദഹബ മുഗാലിബൻ ഫളന്ന അല്ലൻ നഖ്ദിർ അലൈഹി. മഹാനായ നൂൻ നാട്ടുകാരനായ അഥവാ യൂനുസ് നബി അലൈഹിസ്സലാമിലേക്ക് സൂചനയാണ്. അവരുടെ നാടാണ് ഇറാഖിൽ. ആ നാട്ടുകാരനായ ആ മഹാവ്യക്തിത്വം അവരോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗത്തിലേക്ക് നിയോഗിച്ച സന്ദർഭത്തിൽ അള്ളാഹുവിന്റെ അനുവാദം കൂടാതെ അവരുടെ കൗമിനോട് ദേഷ്യപ്പെട്ടുകൊണ്ട് അവരവിടുന്ന് പുറപ്പെട്ടു കഴിഞ്ഞു, അള്ളാഹുവിന്റെ കൽപ്പനയില്ലാതെ. അത് കാരണത്താൽ അവർ പുറപ്പെട്ടപ്പോൾ അല്ലൻ നഖ്ദിറ അലൈഹി, നാം അവരെ ശിക്ഷിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയിട്ട് എന്ന് ചിലർ മനസ്സിലാക്കാറുണ്ട്, ചിലർ അർത്ഥം വെക്കാറുണ്ട്. അത് തെറ്റാണ്. അങ്ങനെയല്ല. അല്ലൻ നഖ്ദിറ അലൈഹി, അവരെ പ്രയാസപ്പെടുത്തുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അല്ലൻ നുദയ്യിഖ എന്നാണ് ഖുർആനിൽ നഖ്ദിറ ഖദർ എന്ന വാക്കിന് ലീഖ് എന്ന അർത്ഥം മറ്റായത്തുകളിൽ വന്നിട്ടുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്ക് കാണാവുന്നതാണ്. എന്നല്ലാതെ ഒരു നബിയായിരിക്കവേ അള്ളാഹ് എന്നെ ശിക്ഷിക്കുകയില്ല എന്ന് മനസ്സിലാക്കൂല, അള്ളാഹ്ക്ക് എന്നെ പിടിച്ചാൽ കിട്ടൂല എന്ന് മനസ്സിലാക്കൂല. അത് നബിമാർക്ക് അള്ളാഹു നൽകിയതായ ആ മഹാ പ്രത്യേകതയുണ്ടല്ലോ, അവർ മഅസൂമാണ് എന്ന പ്രത്യേകത, അതിന് ഘടകവിരുദ്ധമാണ് എന്നതുകൊണ്ട്, അതിന് നഖീലാണ് എന്നതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുകയില്ല. അല്ലൻ നഖ്ദിറ അലൈഹി, അവരെ നാം പ്രയാസപ്പെടുത്തുകയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അങ്ങനെ ഏതായാലും ആ സന്ദർഭത്തിൽ അവരെന്ത് പറഞ്ഞു? ഫനാദാ ഫിൽ ദുലുമാതി, ഇരുളുകളുടെ അകത്ത് വെച്ചിട്ട് അദ്ദേഹം അള്ളാഹുവിനെ വിളിച്ചു. എന്ത് പറഞ്ഞു? ഫനാദാ ഫിൽ ദുലുമാതി അല്ലാ ഇലാഹ ഇല്ല അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാഹു ഏകൻ, അവനെ മാത്രമാണ് ആരാധിക്കപ്പെടേണ്ടത്, അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നതായ ആ തൗഹീദിന്റെ മജ്ജ ഉൾക്കൊള്ളുന്നതായ ആ പദപ്രയോഗം നടത്തിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ രക്ഷപ്പെടുത്തി എന്ന് ഖുർആനിൽ മറ്റൊരിടത്ത് പറഞ്ഞതായിട്ട് കാണാം. അതെ, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതികീർത്തനം ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ തുലാസ് തൂക്കുകൂടുന്നതാണ് പരലോകത്തിൽ അല്ലാഹുവിനെ നാം സ്തുതികീർത്തനം ചെയ്തുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ. മദീന ഇമാം
തുടരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, കലിമത്താനി ഖഫീഫത്താനി അലൽ ലിസാനി തഖീലത്താനി ഫിൽ മീസാനി ഹബീബത്താനി ഇലർ റഹ്മാനി സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്നതായ ഹദീസ് റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്. നമുക്ക് നമ്മുടെ നാവിൽ വളരെ ലളിത രൂപത്തിൽ പറയാൻ പറ്റുന്നതായ, എളുപ്പത്തിൽ പറയാൻ പറ്റുന്നതായ രണ്ട് വചനങ്ങൾ. അപ്രകാരം തന്നെ മീസാനിൽ, പരലോകത്തിൽ അള്ളാഹുവിന്റെ കമ്പ്യൂട്ടറിൽ അള്ളാഹുവിൻ തൂക്കുന്നതായ ആ തൂക്ക് അത് എന്താണ് നമ്മൾക്കറിയുകയില്ല. അതിൽ നമുക്ക് തൂക്കം വർദ്ധിക്കാനും നമുക്ക് മാധ്യമമായി ലഭിക്കുന്നതായ രണ്ട് കലിമ പിന്നെ ഏതാണ്? ഹബീബത്താൻ ഇലർ റഹ്മാൻ, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള രണ്ട് കലിമ, അള്ളാഹ്ക്ക് ഏറ്റവും മെഹബൂബത്തായ കലിമ, ഇഷ്ടമുള്ളതായ രണ്ട് കലിമ. അതെന്താണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം എന്ന ഹദീസിനെ മദീന ഇമാം ഓതുകയുണ്ടായി. അതെ, ഫസുബ്ഹാനല്ലാഹി ഹീന തുംസൂന വഹീന തുസ്ബിഹൂൻ വലഹുൽ ഹംദു ഫിസ് സമാവാതി വൽ അർളി. അങ്ങനെ തസ്ബീഹിനെ കുറിച്ച് അള്ളാഹു സംസാരിച്ച പല ആയത്തുകളും അവസാനമായി ഓതുകയുണ്ടായി. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാൻ അദീമിൽ അടിമകൾ പരിപൂർണമായി അവനെ അംഗീകരിക്കാൻ വേണ്ടിയുള്ള ചുറ്റുപാട് അന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കാനുള്ളതായ നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞതായ സന്ദർഭത്തിൽ ഫസ്ബിർ അലാ മാ യഖൂലൂന വസബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി വഖബ്ല ഗുറൂബിഹാ വമിൻ ആനാഇൽ ലൈലി വഅത്റാഫൻ നഹാരി ലഅല്ലക തർളാ. നിങ്ങൾക്ക് പ്രീതിപ്പെട്ട രൂപത്തിലുള്ളതായ സർവ്വലോകത്തിലേക്ക് എത്തി നിങ്ങൾക്ക് അള്ളാഹു നൽകുന്നതായ എല്ലാ അജ്റുകളും സവാബുകളും നേടി പ്രീതിപ്പെടുന്നതായ സന്ദർഭത്തിലേക്ക്, ചുറ്റുപാടിലേക്ക്, അന്തരീക്ഷത്തിലേക്ക് നിങ്ങൾ എത്താൻ വേണ്ടി ചെയ്യേണ്ടതായ പ്രധാന ഭാഗം അള്ളാഹുവിനെ സ്മരിക്കാനുള്ളതായ മാധ്യമമായി 5 വഖ്ത് നമസ്കാരം നിങ്ങൾക്ക് ഇറക്കി തന്നിട്ടുണ്ട്. അത് സബ്ബിഹ് ബിഹംദി റബ്ബിക ഖബ്ല തുലൂഇ ശംസി, സുബ്ഹി നമസ്കാരത്തിലേക്ക് സൂചനയാണ്. ഖബ്ല ഗുറൂബിഹാ, മഗ്രിബിന് മുമ്പുള്ള നമസ്കാരം അത് അസ്ർ നമസ്കാരത്തിലേക്ക് സൂചനയാണ്. വമിൻ ആനാഇൽ ലൈലി, രാത്രി സമയങ്ങളുള്ള നമസ്കാരം അത് മഗ്രിബ് ഇശായിലേക്കുള്ള സൂചനയാണ്. വഅത്റാഫൻ നഹാരി, പകലിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ അത് ളുഹർ നമസ്കാരത്തിലുള്ള സൂചനയാണ്. അപ്പോൾ 5 വഖ്ത് നമസ്കാരത്തെ ഉൾക്കൊള്ളിക്കുന്ന ഒരു ആയത്താണ് നാം കേട്ടതായ മദീന ഇമാം ഓതിയതായ ഈ ആയത്ത്. ഇതിലൂടെ 5 വഖ്ത് നമസ്കാരത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതായ ആ നമസ്കാരങ്ങളെ അല്ലാഹു കൽപ്പിച്ചതും അതുപോലെ നമ്മളോട് നിർബന്ധമാക്കിയതും എന്തിനു വേണ്ടിയാണ്? അല്ലാഹുവിനെ സ്തുതികീർത്തനം ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ രാത്രിയും പകലിലുമായി അല്ലാഹുവിനെ ഷിട്ടികൾ സ്തുതികീർത്തനങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കാനുള്ളതായ ഒരു ചുറ്റുപാടും അന്തരീക്ഷവുമാണ് ഈ 5 വഖ്ത് നമസ്കാരത്തിൽ ഉണ്ടാക്കി തന്നിട്ടുള്ളത്. 5 വഖ്ത് നമസ്കാരം ഖുർആനിലില്ല എന്ന് പറയുന്ന ഖുർആൻ നിഷേധികളാകുന്ന ആ ഹദീസ് നിഷേധികൾ, ഇസ്ലാമിൽ നിന്നിട്ട് മുർത്തദ്ദായി പോയതായ വിഭാഗം പാഠം പഠിക്കേണ്ടതായ ആയത്ത് കൂടിയാണ് ഇത് എന്ന് എന്റെ വകയിൽ ഞാൻ കൂട്ടിച്ചേർക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇതുവരെ പറഞ്ഞതിനെ ഒരു സൽക്കർമ്മമായി നാം നിന്നിട്ട് സ്വീകരിക്കുമാറാകട്ടെ. ഈ കാര്യങ്ങളിൽ നിന്നിട്ട് മക്ക ഇമാമിൽ നിന്നിട്ടും മദീന ഇമാമിൽ നിന്നിട്ടും ഇന്ന് ലോകം കേൾക്കേണ്ടതായ ഈ പ്രസംഗത്തിന്റെ ഉള്ളടക്കം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തതായ സഹോദര സഹോദരിമാർക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അവരിൽ നിന്നിട്ട് രോഗികളുടെ രോഗത്തെ അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. പലരും പലർക്ക് വേണ്ടി, മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് അവരുടെ ഖബറിനെ അല്ലാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അപ്രകാരം തന്നെ നമ്മിൽ നിന്നിട്ട് ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ നൽകട്ടെ, സന്താനമില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകട്ടെ. നമ്മുടെ എല്ലാവരുടെയും സന്താനങ്ങളെ അല്ലാഹു സാലിഹ്യങ്ങളാക്കി മാറ്റുമാറാവട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.